ഇപ്പോൾ ഫെഫ്ക ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഒരു കോൺസ്പിറസി ഇതിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നൊരു കാര്യം. നേരത്തെ ഷാലു പേയാട് പറഞ്ഞപ്പോഴും ഷാലു പേയാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ബെന്നി സൂചിപ്പിച്ച പ്രൊഡ്യൂസറും ഈ വിധത്തിൽ ബന്ധപ്പെടുന്നതാണ്. ഈ 3 പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഇന്നലെ രാത്രി അത് അറിഞ്ഞപ്പോൾ നമ്മളുടെ സംഘടനയുടെ വർക്കിംഗ് സെക്രട്ടറി സോഹൻ ഉൾപ്പെടെയുള്ളവർ, ട്രഷറർ ഉൾപ്പെടെയുള്ളവർ അവിടെ രാത്രിയിൽ അധികം ആൾസഞ്ചാരമില്ലാത്തൊരു വഴിയാണ്, നിങ്ങൾക്കറിയാം. അവിടെ അവർക്കൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർ 3-4 പേർ ആ പരിസരത്ത് നിന്നിരുന്നു. അവിടേക്ക് 2 WCCയുടെ അംഗങ്ങളാണ് വന്നത്. ഒന്ന് ഒരു പ്രമുഖ നടിയും ഒന്ന് ആ സംഘടനയുടെ അംഗമായ ഇവിടുത്തെ ഈ നഗരത്തിലെ തന്നെ ഒരു പ്രമുഖ കോളേജിലെ ഡീനായ ഒരു വ്യക്തിയും കൂടെ ആ രാത്രിയിൽ അവിടെ വന്നിട്ട് അപ്പോൾ ഈ 3 പെൺകുട്ടികൾ രാത്രിയിൽ അവിടെ ഇരിക്കുന്ന സുരക്ഷിതമല്ല, നിങ്ങൾ രാത്രി വീട്ടിൽ പോകും, നാളെ വന്ന് വീണ്ടും നിങ്ങൾ ഇരുന്നോളൂ, അതിനുശേഷം നാളെ പ്രശ്നം പരിഹരിക്കുന്ന ചർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ അവരെ നിർബന്ധിച്ച് ആ ഇരുട്ടിൽ ആ കൊതുകുകളി കൊണ്ട് അവിടെ ഇരുത്താനുള്ള നിർബന്ധം ഈ വന്ന 2 പേർക്കായിരുന്നു. അവിടെ അവരെ സേഫായിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ കയറ്റി അവരെ സേഫായിട്ട് അടച്ച് അവിടെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കിയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ അവിടുത്തെ ഒരു സാന്നിധ്യം ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരെല്ലാം WCCയുടെ അംഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കോൺസ്പിറസി ഫെഫ്കയ്ക്കെതിരായിട്ട്, ഫെഫ്കയുടെ നേതൃത്വത്തിനായിട്ട്, പ്രത്യേകിച്ച് ബി ഉണ്ണികൃഷ്ണനായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളാണ് ഇത് ഓരോന്ന്. അപ്പോൾ ഈ ഒരു കോൺസ്പിറസിയുടെ ഒരു വളരെ വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിൽ ഈ കേസിനും മറ്റു കാര്യങ്ങൾക്കുള്ള പ്രേരകമായ കാര്യം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇതങ്ങനെ ഈ വിഷയങ്ങളിലെല്ലാം അവർ കമൻ്റ് ഇടുകയും പോസ്റ്റ് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഇവരുടെ അംഗങ്ങൾ തന്നെയാണ്. സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണം പോലീസ് കേസ് എടുക്കുന്നത് സ്വാഭാവികമാണ്. സംഘടനയിൽ പരാതി നൽകിയില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിന് സംഘടനയിൽ പരാതി സംഘടനയിൽ പരാതി നൽകില്ല എന്ന് സാർ തന്നെ ആവർത്തിച്ചു പറയുന്നു. അല്ല, അത് അവരുടെ സംഘടനയിൽ പരാതി നൽകില്ലെന്ന്. സമൂഹത്തിൽ പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കുന്നത്? ഈ രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയില്ലേ, ഭരണ സംവിധാനമില്ലേ? നമ്മുടെ മുമ്പിൽ അവർ കൊണ്ടുവന്ന പരാതികൾ നമ്മൾ പരിഹരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ നമ്മുടെ സംഘടനയിൽ അംഗമല്ലെങ്കിൽ പോലും അവർ നമ്മുടെ സംഘടനയിൽ വരുന്ന പരാതികൾ ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മൾ പരിഹാരം നടത്തി കൊടുത്തിട്ടുണ്ട്. അവരെന്തുകൊണ്ട് അവരുടെ സംഘടനയിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അവർ പരാതി ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ മുമ്പിൽ തൊഴിൽ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിക്കുകയും ആ സമയത്ത് ആ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത് അവരോട് വളരെ മോശമായി ബിഹേവ് ചെയ്യുന്ന പരാതി നിലനിൽക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പരാതി നിലനിൽക്കുകയും അതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ അങ്ങനൊരു ആരോപണം ഉന്നയിക്കുകയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതി നൽകാതിരിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ്. പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടുള്ള ചർച്ചയിൽ അവർ ആരോപിക്കപ്പെടുന്നതിൽ ഉണ്ണികൃഷ്ണൻ പങ്കെടുത്തിട്ടേയില്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള എതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. അവർ ഉണ്ണികൃഷ്ണനെതിരെ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായ നടപടികളിലൂടെ പോകേണ്ടതാണ്. അതിനകത്ത് ഇപ്പോൾ ഈ ഒരു അതെ അതെ നാല് പ്രൊഡ്യൂസേഴ്സിനെതിരെ പരാതി നൽകുകയും അതിൽ FIR ഇടുകയും അതിൽ അന്വേഷണം വരികയും ചെയ്തിട്ടുണ്ട്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും ഒക്കെ നടന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടായ സംഭവമാണ്. അത് അവര് തൊഴിൽ പ്രശ്നങ്ങളാണ്, തന്റെ സെറ്റിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ അവരോട് മോശമായി ബിഹേവ് ചെയ്തു, അതായത് ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ള തരത്തിലുള്ള പരാതിയായിരുന്നു. അങ്ങനെ ഒരു പരാതി നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർമാരുടെ സംഘടനയിൽ വെച്ച് നടന്ന സംഭവമായിട്ട് അങ്ങനെ പരാതി നിലനിൽക്കുമ്പോൾ ഇത്തരം ഒരു ഇതില് അവര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമീപിക്കത്തില്ലല്ലോ. അല്ല, അത് അവരുടെ വിഷയമല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ സംഘടനയിലേക്ക് അവർ വന്ന പരാതികൾ, അവർക്ക് ഞങ്ങളുടെ അംഗങ്ങളുമായിട്ടുണ്ടായ പരാതികളിൽ നമ്മൾ പരിഹാരം കണ്ടെത്തി കൊടുത്തതാണ്. പിന്നെ എന്തിനാണ് പിന്നെയും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് പ്രൊഡ്യൂസർമാരുമായിട്ട് ആ വിഷയം ഉണ്ടെങ്കിൽ അത് അവിടെയല്ല, അവരുമായിട്ടല്ലേ തീർക്കേണ്ടത്.
അതിൽ ഞങ്ങളെ എന്തിനാണ് ഞങ്ങൾക്കെതിരായിട്ട് എന്താണ് ഒരു നിലപാടെടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നാണ് പറഞ്ഞത്. സംഘടനയ്ക്കെതിരെയോ ആ സംഘടനയിലെ മറ്റ് ഭാരവാഹികൾക്കെതിരെയോ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ആ സംഘടനയിലെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിലാണ്. ഏത് സംഘടനയുടെ? ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ. അതെ, അതിനാണ് സ്വാഭാവികമായിട്ട് സംഘടന കൂടിയാലോചിക്കുകയും മറ്റു ഭാരവാഹികൾ ഒരുമിച്ചിരിക്കുകയും ബി ഉണ്ണികൃഷ്ണനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് ഫെഫ്ക ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ ഉണ്ണികൃഷ്ണനടുത്ത് നമ്മൾ അതിന്റെ വിശദീകരണം ചോദിച്ചു. അദ്ദേഹം അവിടെ പോയിട്ടില്ല. വിശദീകരണം സംഘടനയ്ക്ക് തൃപ്തികരമാണ്. അതെ, തൃപ്തികരമാണ്. കൂടിയാലോചിച്ചിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണനെതിരെ സംഘടനാ തലത്തിൽ ഒരു നടപടിയും ഇല്ല. അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം അവിടെ ആ മീറ്റിംഗിൽ പോയിട്ടില്ല. ആ മീറ്റിംഗിൽ അവരുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അത് ഞങ്ങൾക്ക് വ്യക്തമാണ്. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വനിതാ സിനിമാ പ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ബി ഉണ്ണികൃഷ്ണൻ ഒരു തരത്തിലുമുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംഘടന. തീർച്ചയായിട്ടും ഈ ആരോപണങ്ങൾ അപ്പോൾ പൂർണ്ണമായും സംഘടന തള്ളിക്കളയാണ്. ഉണ്ണികൃഷ്ണൻ പരിപൂർണ്ണ പിന്തുണയാണ്. തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതെല്ലാം ഓരോ സംഘടന ജനറൽ സെക്രട്ടറിമാരാണ്. ഇതിലൊരു പറയുന്ന കാര്യങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോ ഷിബു സുശീലൻ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്, പ്രൊഡക്ഷൻ കൺട്രോളറുമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വനിതാ സംഘടനകളിലെ വനിതാ ആൾക്കാരവിടെ സമരം ചെയ്തതിനെ പറ്റിയാണ് കൂടുതലും വിഷയങ്ങൾ വന്നത്. ഈ വനിതാ അംഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് യൂണിയനിലെ ഹെയർ സ്റ്റൈൽസാണ്. അവിടെ ഇന്നലെ പോയി എന്ന് പറയുന്ന WCC അംഗങ്ങളും ഇന്നലെ ഇത് വാർത്തയാക്കാൻ വിളിച്ചു പറയുന്നതും അതിൽ സമരം ചെയ്ത് ഇരിക്കുന്ന, അല്ലെങ്കിൽ അതിന് മനീഷ എന്ന് പറഞ്ഞ നേരത്തെ മിട്ടു പറഞ്ഞ അല്ലെ, മനീഷേനെ പുറത്താക്കാൻ പറഞ്ഞ അഞ്ജലി മേനോനാണ് ഇന്നലെ ഈ വാർത്ത വിളിച്ചു പറയുന്നത്, ഈ വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നത്. അപ്പോൾ ആ സംവിധായിക തന്നെയാണ് ആ കുട്ടീനെ പുറത്താക്കിയേക്കുന്നത്.